ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മു സഷസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്, ഒരു അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഞാൻ എല്ലാ തവണ പുറത്ത് കടയിൽ പോയിട്ടാണ് ബാഗ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. സംഭവം ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് റിവ്യൂ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ് ബാഡായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സോ അപ്പം അതെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ 2 കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പം ഇനി മുതൽ ഫുൾ ബാക്ക് ടു സ്കൂൾ വീഡിയോസ് ആയിരിക്കും. എന്താ പറയുക, ഷോപ്പിംഗ് വീഡിയോസ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരാൾ ഷോപ്പിംഗ് വീഡിയോ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ കടയിൽ പോയി നിന്ന് വീഡിയോ എടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. സോ അതുകൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കൂടി കാണിച്ചുകൊണ്ട് ഒരു ഹോൾ വീഡിയോ ചെയ്യാം. പിന്നെ പ്രിപ്പറേഷൻ വീഡിയോ, ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യാം. പിന്നെ ബാക്ക് പാക്കിംഗ് വീഡിയോ ചെയ്യാം. പിന്നെ നമ്മുടെ സ്റ്റഡി ടേബിൾ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സംഭവം കിട്ടിയപ്പോൾ തന്നെ ഞാൻ അൺബോക്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺബോക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണോ വന്നതെന്ന് ഒക്കെ നോക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അൺബോക്സ് ചെയ്തു. സോ അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ബാഗ് വന്നിട്ട്, ഒരു നേവി ബ്ലൂ കളറിലെ ഒരു ബാഗാണ് ഇത്. മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ ഉള്ള പിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കൊടുക്കാവേ. അപ്പോൾ ഇത് അടിപൊളി ബാഗാണ്, ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു ബാഗാണ്. നല്ലതാണ്. ഞാൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കിട്ടിയപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തോന്നി. സോ അപ്പോൾ ഇതാണ്. അത്യാവശ്യം ഒരു ഹൈസ്കൂളിനൊക്കെ പറ്റിയ സൈസൊക്കെ ഉണ്ട്. സ്പേസും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല സ്പേസ് ഉള്ള ബാഗാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഒരുപാട് സിബുകൾ, ഇങ്ങനെ ഒരുപാട് അറകളുള്ള ബാഗുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം 5 അറകൾ വരുന്നുണ്ട്, അതുകൊണ്ട് അടിപൊളിയാണ്. ഇവിടെ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു സിബ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു സിബ് വരുന്നുണ്ട്, ഇവിടെ ഒരു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ 2 എണ്ണം, പിന്നെ 3 വലിയ കമ്പാർട്ട്മെൻറ്റുമാണ് വരുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല സ്പോഞ്ച് ഒക്കെയുള്ള ടൈപ്പാണ്. നല്ല സ്പോഞ്ചൊക്കെയുള്ള ടൈപ്പാണ്. പിന്നെ ഇവിടെ പിടിക്കുന്ന സ്ഥലത്തും സ്പോഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 332 രൂപയാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ 299 രൂപക്കൊക്കെ കിടക്കുന്നുണ്ട് ഈ ബാഗ്. സോ അപ്പോൾ എന്തായാലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങുക. ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചപ്പോൾ 332 ആയിരുന്നു, ഇപ്പോൾ 299 ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബാഗ് പറയുകയാണെങ്കിൽ മെറ്റീരിയലൊക്കെ കൊള്ളാം കേട്ടോ. നല്ല മെറ്റീരിയലാണ്, അത്യാവശ്യം സ്റ്റിഫായിട്ടുള്ളൊരു ബാഗാണ്. പിന്നെ എൻ്റെ നേരത്തെ ബാഗ് എന്ന് പറഞ്ഞാൽ ഒതുങ്ങി നിൽക്കുന്ന ബാഗല്ല, പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഒതുങ്ങി നിൽക്കുന്ന ബാഗായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ ബാഗ് ഇപ്പം ഇല്ല, അത് അപ്പുറത്തെ റൂമിലാണ്. ഉണ്ട് കേട്ടോ, കയ്യിലില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പുറത്തെ റൂമിലാണ്. എനിക്ക് പോയി എടുക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. അത്യാവശ്യം എന്താ പറയുക, ഒതുങ്ങി നിൽക്കാത്ത ടൈപ്പ് ബാഗാണത്. ബട്ട് ഇത് അത്യാവശ്യം ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ബാഗാണ്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എനിക്കതിങ്ങനെ പറയണമെന്നറിയാൻ മേല. സോ അങ്ങനത്തെ ടൈപ്പ് ബാഗാണ്. പിന്നെ ലുക്ക് വൈസും അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. എനിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് ഇങ്ങനത്തെ. ഇങ്ങനെ കുറച്ച് ഡിസൈൻ മാത്രമൊക്കെ ഉള്ള രീതിയിലുള്ള ബാഗാണ്. സോ അയ്യോ, എനിക്ക് പറഞ്ഞിട്ട് ശ്വാസം മുട്ടുന്നു. അപ്പോൾ ഞാൻ സിബും കാര്യങ്ങളൊക്കെ തുറന്ന് കാണിക്കാം. ഫസ്റ്റ് തന്നെ ഈ താഴത്തൊരു കുഞ്ഞി സിബും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോക്സ് വയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് ആണല്ലോ. പിന്നെ ഇവിടെ ഒരു സിബുണ്ട്, കാണില്ലേ? ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സിബാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു സിബുണ്ട്, ഇവിടെ വരുന്നുണ്ട് ഒരു സിബ്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇനി അടുത്തത് വരുന്നുണ്ട്. സിബും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അയ്യോ, ഇതാ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ സംഭവം.
ഞാൻ വിചാരിച്ചു ക്വാളിറ്റി ചിലപ്പോൾ കുറവായിരിക്കും, റിട്ടേൺ അയക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മീഡിയം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ റിട്ടേൺ ഒന്നും അയച്ചില്ല. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനത്തെ ഒരു സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു സെപ്പറേറ്റ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ വെക്കാൻ പറ്റിയ രീതിയിലാണ്. സോ അപ്പോൾ പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും വാട്ടർ ബോട്ടിലിനുള്ള സെക്ഷൻസും വരുന്നുണ്ട്. അപ്പം ഇതാണ് ബാഗ് വന്നിട്ട്. അപ്പോൾ റിവ്യൂ പറയുകയാണെങ്കിൽ ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള ബാഗാണ്. 1 വർഷമൊക്കെ ഓടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് യൂസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ബാഗാണ്, വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക. അപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനി മുതൽ ഫുൾ ബാക്ക് ടു സ്കൂൾ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ബാഗിൻ്റെ റിവ്യൂ പറയാനായിട്ട്. അത്രയൊക്കെ തന്നെയുള്ളൂ. എനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല, ഞാൻ ഇതുവരെ റിവ്യൂ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ മെറ്റീരിയൽ സൂപ്പറാണ്, നല്ല മെറ്റീരിയലാണ്. പിന്നെ സിബും നല്ല സിബാണ് വരുന്നുള്ളത്. പിന്നെ കളറും എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. എൻ്റെ പണ്ട് തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ് ഗേസ്. അപ്പോൾ ആ ബ്ലൂ കളറുള്ള ബാഗ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എനിക്ക് എങ്ങനെ പറയണം എന്നറിയത്തില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. ബൈ.